പാളയത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പാളയം മാർക്കറ്റിലാണ്. പാളയം പള്ളിയും സംബന്ധിച്ച പ്രദേശങ്ങളുമൊക്കെ രാത്രി 6 മണിയോടുകൂടിയാണ് വളരെയധികം ആക്റ്റീവായി വരിക. അല്ലെങ്കിൽ ഈ രാത്രി കാഴ്ചകൾക്കാണ് തിരുവനന്തപുരത്ത് ഏറെ പ്രാധാന്യമുള്ളത്. എന്തായാലും ഇലുമിനേഷൻ വർക്കുകൾ, അതുപോലെ തന്നെ മൊത്തത്തിൽ വർണ്ണവിസ്മയത്തിൽ തിരുവനന്തപുരം നഗരം ആ സമയത്തേക്ക് മാറുകയും ചെയ്യും. എന്തായാലും ഈ കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഇന്ന് തൊട്ട് 1-ാം തീയതി വരെ വളരെ ആക്റ്റീവായി തന്നെ മുൻപോട്ട് പോവുകയും ചെയ്യും. അങ്ങനെ നിരവധി സ്ഥാപനങ്ങളാണ് ഇപ്പോൾ ഈ പാളയത്ത് രാത്രിയിലും ഒക്കെ പ്രവർത്തിക്കാൻ പോകുന്നത്. നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ വലിയ രീതിയിൽ ആൾത്തിരക്കും കാര്യങ്ങളും, അതേപോലെ തന്നെ ഇപ്പോഴും ഈ ക്രിസ്മസ് ട്രീകളും അതുമായി ബന്ധപ്പെട്ട് വലിയ ബൾക്കായി സാധനങ്ങൾ വാങ്ങാനെത്തുന്നവരുമൊക്കെ നിരവധിയാണ് ഇപ്പോൾ ഈ പ്രദേശത്തൊക്കെ തന്നെ ഉള്ളത്. ചേട്ടാ, എങ്ങനെയുണ്ട് ചേട്ടാ കച്ചവടമൊക്കെ? കച്ചവടവും അതിശക്തമായിട്ട് തന്നെ മുൻപോട്ടൊക്കെ പോയി. ചേട്ടാ, കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. മുൻവർഷത്തെ പോലെ ഒന്നുമില്ല. ആക്റ്റീവായി തുടങ്ങുമല്ലോ. ആക്റ്റീവ് ഇല്ല, ഇപ്പൊ ആള് വരുന്നില്ല, കൂടുതലായിട്ട് വരുന്നില്ല. ചെറിയ തിരക്കുണ്ടാവും, അത്രേ ഉള്ളൂ. രാത്രിയത്തേക്കും തിരക്കുണ്ടാവത്തില്ലേ? കുറച്ച് ദിവിഷ, എന്തായാലും വൈകുന്നേരത്തേക്കൊക്കെ ഈ മാർക്കറ്റുകളൊക്കെ വലിയ രീതിയിൽ തന്നെ സജീവമായി തുടങ്ങും. എന്തായാലും പാളയം പള്ളി ഇതിനടുത്ത് തന്നെയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ പാളയം പള്ളി 1 മണിയോടുകൂടി തന്നെ വലിയ രീതിയിൽ തന്നെ ആൾത്തിരക്കുണ്ടാകും. രാത്രിയിലാണ് പാതിരാ കുർബാനയ്ക്കായി തിരുവനന്തപുരം നഗരത്തിൽ വലിയ രീതിയിൽ ആൾത്തിരക്കുണ്ടാകുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ ആ തരത്തിൽ കൂടെ തിരുവനന്തപുരം നഗരത്തിൽ വലിയ ആൾത്തിരക്കുകൾ പാളയത്തേക്കും ഈ പാളയം പ്രദേശത്തേക്കും ഉണ്ടാകും. ചേട്ടാ, എവിടെ നിന്ന് വരുന്നത്? ഞാൻ ഇവിടെ വെളിച്ചം പോയി. ആണോ? എന്തൊക്കെയാണ് വാങ്ങാൻ വന്നേ? വീട്ടിലേക്കുള്ള നാളത്തേക്കുള്ള സാധനങ്ങൾ, ബിരിയാണിയുടെ സാധനങ്ങൾ മേടിക്കണം. എന്താ, ബീഫാണോ പോർക്കാണോ എന്താ? അത് ഒന്നും തീരുമാനിച്ചില്ല, ഫാമിലിയോട് തീരുമാനിച്ചിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. കൂടുതലാണോ? എന്താ, ബീഫാണോ പോർക്കാണോ നാളത്തെ? ബീഫ് വേണമെന്നുണ്ട്, പക്ഷെ ചേട്ടന് ഇഷ്ടം മട്ടനാണ്. മട്ടനാണല്ലേ? അപ്പൊ മട്ടനൊക്കെ വാങ്ങി? മട്ടൻ വാങ്ങിയില്ല, വാങ്ങണം. എങ്ങനെയുണ്ട് ഇവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ? തിരക്ക് ഇന്ന് അത്യാവശ്യം കുറവാന്ന് തോന്നുന്നു. വൈകുന്നേരം ആകുമ്പോൾ അറിയായിരിക്കും, നല്ല തിരക്കുണ്ടാവും. ഞാൻ പള്ളി വരുമോ? ഞാൻ ഇവിടെ ആണെങ്കിൽ ഞാൻ കോട്ടയത്താ, അതുകൊണ്ട് പിന്നെ വല്ലപ്പോഴും ഇതുപോലെ വെക്കേഷനൊക്കെ. കോട്ടയത്തെ ആഘോഷവും തിരുവനന്തപുരത്തെ ആഘോഷവും കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് മികച്ച ആഘോഷം? ക്രിസ്മസ് ആകുമ്പോൾ കോട്ടയത്തല്ലേ? അതെ അതെ. അതുപോലെ ലൈറ്റ് അറേഞ്ച്മെന്റും അതൊക്കെ തിരുവനന്തപുരത്താണല്ലോ കൂടുതൽ. ഇന്ന് രാത്രി ഒന്നും കൂടെ ഇറങ്ങണം, എന്നാലേ കാണാൻ പറ്റും. ഇറങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ്. അതെ അതെ. ഫ്രണ്ട്സ് എല്ലാം ഉണ്ടോ? ഫ്രണ്ട്സ് ഇല്ല, എൻ്റെ ഫാമിലി. ഞാൻ ഇവിടെ തിരുവനന്തപുരത്തും, ഫ്രണ്ട്സൊക്കെ അങ്ങ് കോട്ടയത്തും. അപ്പം അങ്ങനെയൊക്കെ പക്ഷേ ആഘോഷങ്ങൾ ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിൽ തന്നെ തിരുവനന്തപുരം പാളയം മാർക്കറ്റ് ശക്തമായി തന്നെ മുൻപോട്ട് പോവുകയാണ്. അവിടെ വലിയ തിരക്കും കാര്യങ്ങളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. രാത്രി കാലത്തോടുകൂടി അനുബന്ധിച്ചാണ് തിരുവനന്തപുരം നഗരത്തിൽ ശക്തമായ തിരക്ക് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ആളുകൾ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. എന്തായാലും ഒരു 6 മണിയോടുകൂടി തന്നെ വലിയ തിരക്കിലേക്ക് തന്നെ ഈ നഗരം പോകും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ലൈറ്റുകൾ കാണാനും അറേഞ്ച്മെൻറ്റുകൾ കാണാനും പിന്നെ പാളയം പള്ളിയിലേക്കുള്ള തിരക്കുകളാണ് എടുത്തു പറയേണ്ടത്. പാളയം പള്ളി പ്രധാനമായിട്ട് രാത്രിയിൽ കുർബാന കൂടാനൊക്കെ ആയിട്ട് രാത്രിയിൽ വലിയ തിരക്കുണ്ടാകും. അങ്ങനെ ശക്തമായ തിരക്കുകൾ രാത്രിയിലേക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. എന്തായാലും ഈ മാർക്കറ്റിലേക്ക് വരുമ്പോൾ മാർക്കറ്റിലും അതേപോലെ തന്നെ വലിയ തിരക്ക് ഇന്നിപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. പലയിടത്തും ഈ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ക്രിസ്മസ് ട്രീകൾ, അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുക്കളൊക്കെ വാങ്ങാൻ, പലചരക്ക് വസ്തുക്കൾ, വ്യഞ്ജനങ്ങളൊക്കെ വാങ്ങാൻ വലിയ തിരക്കാണ് ദിവിഷയോട് അനുഭവപ്പെടുന്നത്. എന്തായാലും ഒരു 6 മണിയോടുകൂടി നഗരം പൂർണ്ണമായിട്ടും ഉണരും എന്നുള്ളതാണ്. ക്രിസ്മസ് രാത്രിയിൽ തലസ്ഥാനത്തെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ